ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക്ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇങ്ങനെ ഡാർക്ക് പ്ലേസിലാകാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ പറപ്പൂർ പൂരം നടക്കുകയാണ്. അതുകൊണ്ട് ഫുൾ ലൈൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഫുള്ള് കറണ്ടും ഇല്ല. ഫോണിലെ ചാർജ് ഇപ്പോൾ തീരും എന്നുള്ളൊരു കോലത്തിലാണ്. എന്നാലും നമ്മൾ വേണ്ടിയില്ല, എങ്ങനെയായാലും വീഡിയോ എങ്ങനെയായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ GTA 5 കുറേ കാലത്തിന് ശേഷം ആൻഡ്രോയിഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ കളിക്കാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നുണ്ട്. ഡൗൺലോഡ് ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അതിൽ കയറി നേരെ ഡൗൺലോഡ് ചെയ്തോളൂ. എന്നിട്ട് ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻ വഴി ബാക്കിയുള്ള വീഡിയോ കാണുന്ന വഴി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾ ആരും കാണുമെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലേക്ക് അമർത്തിക്കൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒട്ടും സമയം വൈകിക്കേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഞാൻ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കഴിഞ്ഞ് കയറുമ്പോൾ നിങ്ങൾക്ക് രണ്ട് സെക്ഷനാണ് കാണാൻ പറ്റുക. അതിൽ APK ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഭാഗമുണ്ട്, അതിലേക്കുള്ള OBB ഡൗൺലോഡ് ചെയ്യാനുള്ള രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട്. ഓക്കെ, അത് രണ്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഫയൽ മാനേജറിൽ പോവുക. അതിനുശേഷം APK ഗെയിം ബൈ ജെയിംഡരി എന്ന് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, GTA 5ൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്, അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ, എന്നിട്ട് നിങ്ങൾക്ക് അത് കളിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പകുതി വെച്ച് പോയി കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വർക്ക് ചെയ്യാതിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആ ഫസ്റ്റത്തെ ഒരു ആപ്ലിക്കേഷൻ GTA 5ൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പോൾ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്, ഇൻസ്റ്റാളിങ്ങിലാണ്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. GTA 5 ഓക്കെ, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഡണ്ണ് കൊടുത്തു. അതിനുശേഷം ബാക്കിലേക്ക് വരിക. എന്നിട്ട് GTA 5 ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ആ സാധനം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സാധാരണ ആപ്ലിക്കേഷൻ ലോഞ്ച് ആകുന്ന ഒരു ടൈം എടുക്കും. സംഭവം റെഡി ആയി വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, വന്നിട്ടുണ്ട്. യൂണിറ്റി എന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സംഭവം വർക്ക് ചെയ്യേണ്ടത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇപ്പോൾ GTA 5 കളിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ആ സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ചെയ്യേണ്ടത് വീണ്ടും ഫയൽ മാനേജറിൽ പോവുക. അതിനുശേഷം നിങ്ങൾ ഒരു സിപ്പ് ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. ആ സിപ്പ് ഫയൽ നേരെ എടുത്തിട്ട് എക്സ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, എക്സ്ട്രാക്ട് ചെയ്യെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സിപ്പ് ആർക്കൈവ് എന്നോ അല്ലെങ്കിൽ എക്സ്ട്രാക്ടർ എന്നോ അങ്ങനെ എന്തെങ്കിലും സെർച്ച് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം അതിലിട്ടുകൊണ്ട് എക്സ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക, എക്സ്ട്രാക്ട് ആയി കഴിയുന്നവരെ. നമുക്ക് ഇങ്ങനെ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഫോൾഡർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ com.rouser ആ ഒരു ഫയലുണ്ട്, ആ ഫയൽ ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ഫയൽ നേരെ എടുത്തിട്ട് മൂവ് ചെയ്യുക. ഓക്കെ, ഇത് നേരെ ബാക്കിലോട്ട് വരിക. അത് കട്ട് ചെയ്തിട്ട് ബാക്ക് വരിക. ഓക്കെ, വെയിറ്റ്. ഓക്കെ, ബാക്കിലോട്ട് വരിക. അതിനുശേഷം ഫോൺ സ്റ്റോറേജിൽ പോയിട്ട് ആൻഡ്രോയിഡ് എന്ന ഫോൾഡറിൽ OBB എന്ന ഫോൾഡറിലേക്ക് പോവുക. അതിനുശേഷം നിങ്ങൾക്ക് കാണാം ഇവിടെ ആ ഒരു ഫോൾഡർ വന്നിട്ടുണ്ട്, അതിൽ പേസ്റ്റ് കൊടുക്കുക. ഓക്കെ, അത്ര ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ സംഭവം കണ്ടല്ലോ. ഇനി നമുക്ക് സാധനം വർക്ക് ചെയ്യുന്നുണ്ടാക്കുക. ഇനി GTA 5 അല്ല, അതിന് മുന്നേ ഇതൊക്കെ നമുക്ക് റീസെൻറ്റ് ടാസ്ക്സ് ഒക്കെ ഒഴിവാക്കാം. അതിനുശേഷം GTA 5 ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ നമുക്ക് നോക്കാം. ഓക്കെ, വർക്കിംഗ് ആണ്. ദിസ് റിമാർക്ക് GTA 4 ആൻഡ്രോയിഡ് എന്നൊക്കെ വന്നിട്ടുണ്ട്. സെയിം സംഭവം. ഓക്കെ, അതേപോലെ GTA 5 ഓൺ ആൻഡ്രോയിഡ്, യുവർ ആൻഡ്രോയിഡ്. എല്ലാവരും ചെയ്തു നോക്കുക, എല്ലാവർക്കും കളിക്കാം. കുറേ കാലത്തിന് ശേഷം കുറേ ആൾക്കാരെന്ന് ചോദിച്ചു GTA 5 ഫോണിൽ കളിക്കാൻ പറ്റില്ലേ എന്ന്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറയും. ഞാൻ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക, ഒന്ന് ലോഡായി വരാനാണ്. അപ്പോൾ GTA ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും ലോഡാവാൻ. അപ്പോൾ സെയിം ഇൻസ്റ്റാളിങ് PC കാണുന്ന അതേപോലത്തെ സംഭവമാണ്. സെയിം GTA 5. ഓക്കെ,